അങ്ങനെ നമ്മുടെ കയ്യിലും കിട്ടിയിരിക്കുകയാണ് ഗോട്ട് ആടല്ല ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് ബ്രാൻഡ് തന്നെ സ്വയമായിട്ട് പറയുന്ന ഫോണാണ് iQ13. അതെ, BMW മോട്ടോർ സ്പോർട്ട് എഡിഷൻ. അതല്ല കേട്ടോ, നോർമൽ സ്പോർട്ട് എഡിഷനാണ്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. ബൈ ദ ബൈ, പലർക്കും ഒരു സംശയം കാണും ഇത് റിവ്യൂ യൂണിറ്റ് ആണോന്ന്. ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മുടെ ചാനൽ ഒരിക്കലും റിവ്യൂ യൂണിറ്റ് കിട്ടാനുള്ള പ്രാപ്തി ആയിട്ടില്ല. സോ ഒരു ബ്രാൻഡ് പോലും നമ്മുടെ ലെവലിലുള്ള ചാനൽ റിവ്യൂ യൂണിറ്റ് തരത്തില്ല. മിനിമം 5 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേണം, അല്ലെങ്കിൽ 3 lakh. അപ്പോൾ നമുക്ക് ഇൻഫിനിക്സിന്ന് തുടങ്ങാം. അതുകൊണ്ട് തന്നെ ഇത് റിവ്യൂ യൂണിറ്റ് അല്ല, ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ആണ്. ഫസ്റ്റ് ഫോൺ കൂടെ നമുക്കൊരു TPU കേസ് ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കേസാണ്. അതേപോലെ ബുക്കും പേപ്പറും ഉണ്ട്. അതേപോലെ സിം ഇജക്ടർ ടൂളും ഉണ്ട് വിത്ത് ഫോട്ടോ. 125 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 125 വാട്ട്സ്. Type C to Type C കേബിളാണ്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. സോ ഇതാണ് ഫോൺ. ജസ്റ്റ് ബാക്ക് ഡിസൈനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും. എനിവേ, നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു സാധനത്തിന് ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആത്മാവ് ഊറ്റിയതിൻ്റെ കഥ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഇത്രയും വിലപിടിപ്പുള്ളതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നെഞ്ചുവേന എടുത്തിട്ട് മേല. എനിവേ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. iQ13 ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് അവർ പറയുന്നു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓക്കെ ടൈം എന്ന് ഞാനും പറയുന്നു. എനിവേ, തുടങ്ങാം. ഫസ്റ്റ് ബിൽഡ് ആൻഡ് ഡിസൈൻ. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ പ്രീമിയം ബിൽഡാണ്, അതിനകത്തൊരു ഡൗട്ടും വേണ്ട. അലൂമിനിയം ഫ്രെയിമാണ്, ഗ്ലാസ് ബാക്കാണ്, കൊള്ളാം. പക്ഷേ ഗൊറില്ല ഗ്ലാസ് സെറ്റപ്പ് ഒന്നുമില്ല. സ്കോട്ട് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷൻസ് ഒക്കെയാണ്. ബാക്ക് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് പതി. ഡിസൈൻ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ, നല്ല കിടിലൻ ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഡിസൈൻ, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ കാര്യത്തിലൊന്നും പറയാനില്ല. ഗുഡ്. പിന്നെ വെയിറ്റ് 213 ഗ്രാം ഉണ്ട് കേട്ടോ. 8.3 mm തിക്നെസ് ആണ്. വെയിറ്റ് കൂടുതലാണ്, പക്ഷേ എനിക്ക് വലിയ ഫീൽ ചെയ്തില്ല. കാരണം Neo 7 Pro ഞാൻ കവറിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിത് ഇതിലോട്ട് വന്നിട്ട് വലിയ പ്രശ്നം തോന്നിയില്ല. ചിലർക്ക് ഇത് ഹെവി വെയിറ്റ് ഫോണായിട്ട് തോന്നാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാക്കും. അതാണ് എനിക്ക് തോന്നി. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ ആൻഡ് സംഭവമൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണുമാണ്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിം സ്ലോട്ട് ഉണ്ട്, Type C പോർട്ട് ഉണ്ട്, അതേപോലെ സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, ആന്റിന ലെൻസ് മാത്രമേ ഉള്ളൂ. മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് ഒരു ഗ്രില്ലുണ്ട്, അതേപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. സോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. എനിവേ, ഇനി നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫേസ് അൺലോക്ക് നോക്കാം. ഫസ്റ്റ് ഫിംഗർ പ്രിന്റ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഫാസ്റ്റ് നിങ്ങൾ ആലോചിച്ച് കാണും. ഇത് സാധാ ഫിംഗർ പ്രിന്റ് സ്കാനർ അല്ല, ഇത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അതുകൊണ്ട് തന്നെ മോർ സെക്യൂർ ആൻഡ് മോർ ഫാസ്റ്റ്, മോർ ആക്യുറേറ്റ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ചുമ്മാ കയ്യും തൊട്ടാൽ മതി, പടാന്നാണ്. ചുമ്മാ പൊളി സാധനം. അൾട്രാസോണിക് പല കമ്പനികളും മീൻസ് ഫ്ലാഗ്ഷിപ്പ്, എക്സ്ട്രീം ഫ്ലാഗ്ഷിപ്സിലൊക്കെ വെക്കുള്ളൂ, പക്ഷേ ഇത് കിടിലൻ സാധനമാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫേസ് അൺലോക്ക് നോക്കാം. എനിക്ക് തിരിച്ച് കാണിക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ഫാസ്റ്റാണ്. ഓണാക്കുമ്പോൾ തന്നെ വരുവാണ്. എനിവേ, ഫേസ് അൺലോക്ക് ഫിംഗർ പ്രിന്റ് ഒന്നും ഒരു സീനും ഇല്ല, ഒരു പ്രശ്നവുമില്ല, പൊളിയാണ്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ടൈപ്പ് ആണെങ്കിലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പീക്കേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. അടിപൊളി ക്വാളിറ്റിയാണ്. ബേസൊക്കെ ചുമ്മാ പൊളിയാട്ടോ, ഫോൺ ചെറുതായിട്ട് കുലുക്കും. എന്തായാലും അടിപൊളി ക്വാളിറ്റിയാണ്, അടിപൊളി വോളിയമാണ്, അടിപൊളി സൗണ്ടുമാണ്. സോ ഒരു വിഷയം തോന്നുന്നില്ല. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഗുഡ്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കാറ്റഗറിയിലേക്കാം. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന 6.83 ഇഞ്ചിൻ്റെ ഒരു 2K LTPO ഡിസ്പ്ലേ ആണ് വിത്ത് 144 Hz റിഫ്രഷ് റേറ്റ്, 800 nits നോർമൽ ബ്രൈറ്റ്നസ്, അതേപോലെ 1800 nitsൻ്റെ പീക്ക് ഗ്ലോബൽ ബ്രൈറ്റ്നസ്, 4500 nitsൻ്റെ പീക്ക് അൾട്രാ ഗ്ലോബൽ ബ്രൈറ്റ്നസ്. 4500 നോക്കണ്ട കേട്ടോ. HDR 10+ ഉണ്ട്. സോ 10 bit ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അറ്റത്താണ് വെച്ചിരിക്കുന്നത്, കിടിലനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് 2K ഡിസ്പ്ലേ നിങ്ങൾക്ക് 2K യൂസ് ചെയ്യാം, അതേപോലെ 1080p യൂസ് ചെയ്യാം. 2K യൂസ് ചെയ്യണ ആ ഒരു പോളി ക്വാളിറ്റി കിട്ടും. 1080p ആണെങ്കിൽ കുറച്ച് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഒക്കെ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ ചുമ്മാ തീയാണ്, നല്ല കിടിലൻ ബ്രൈറ്റ്നസ് ആണ്, ഒരു പ്രശ്നവും ഇല്ല, വളരെ സ്മൂത്ത്. ഇവൻ എല്ലാ HDR എല്ലാം പക്കായിട്ട് നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. സോ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ സ്ക്രീൻ ടു ബോഡി റേഷ്യോ പൊളിയാണ് കേട്ടോ, അതായത് പെർഫെക്റ്റ് രീതിയിലാണ്.
വളരെ എല്ലാം ഈക്വൽ സൈസ്ഡ് ബെസൽസ് ആണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ബെസൽസ് ആണ്. പെർഫെക്റ്റ്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ സെറ്റാണ്. അതേപോലെ കേർവ്ഡ് അല്ല, ഫ്ലാറ്റ് ആണ്. സോ കുറേ പേർക്ക് ആശ്വാസമായി കാണും. കുറേ പേര് കേർവ്ഡ് ആണ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞൊരു പരാതി വരുന്നുണ്ട്. അവർക്ക് ഈ ഒരു ഫോൺ നോക്കാം കേട്ടോ, കാരണം ഇത് ഫ്ലാറ്റാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് കിടക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് ഗോട്ട് എന്ന് സ്നാപ്ഡ്രാഗൺ തന്നെ പറയുന്ന സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ് ആണ്. 8 എലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ്. അതാണ് ഈ ഒരു ഫോൺ റിവ്യൂ എന്നതിനുള്ള കാരണം. അതായത് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നു, ഐഫോണിനെ പൊട്ടിക്കുമോ, ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. എന്തായാലും ഇതിനകത്ത് 8 എലൈറ്റ് ചിപ്സെറ്റ് ആണ്. ചുമ്മാ പൊളി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യമേ കുറച്ച് സാധാരണ പാരമ്പര്യമായിട്ടുള്ള കുറച്ച് ചർച്ചകൾ നടത്താം. ഒന്ന് ആൻടൂത്തു പാരമ്പര്യ ബെഞ്ച് മാർക്ക്. 26,82,347 ആൻടൂത്തു സ്കോർ. ഗീക്ക് ബെഞ്ച് സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2,978 സിംഗിൾ കോർ സ്കോർ, 9,351 മൾട്ടി കോർ സ്കോർ. സ്കോറൊക്കെ കിടിലാണ്, ഒരു രക്ഷയില്ല. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 30 മിനിറ്റ്സിന് CPU ത്രോട്ടിലിംഗ് ടെസ്റ്റിൽ എനിക്ക് 58% സ്റ്റെബിലിറ്റിയാണ് കിട്ടിയത്. 15 മിനിറ്റ്സിന് ടെസ്റ്റിൽ എനിക്ക് 53% സ്റ്റെബിലിറ്റിയാണ് കിട്ടിയത്. സ്കോർ വളരെ മോശമാണ്. അതായത് 56%, 53% ആണ്. സോ ഇതിനൊരു റീസൺ എന്ന് പറയുന്നത് മീൻസ് നമ്മൾ പെർഫോമൻസ് ഡേ ടു ഡേ നോക്കുമ്പോൾ പ്രശ്നമില്ല. ഈ ആപ്ലിക്കേഷൻ്റെ ഒപ്റ്റിമൈസേഷൻ്റെ ഒരു സംഭവമുണ്ട്. അതായത് ഈ ചിപ്സെറ്റ് ഈ ആപ്ലിക്കേഷനായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സ്കീമാണ്. അതായത് പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസ്ഡ് അല്ല എന്നൊരു സ്കീം വേണേൽ പറയാം. അതായത് ഈ ഒരു ഒന്നിലെ ഈ ആപ്ലിക്കേഷൻ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മീൻസ് സപ്പോർട്ടഡ് അല്ലാത്തുള്ള ചിപ്സെറ്റ് ആവായത്. എന്തായാലും ത്രോട്ടിലിങ് ആ ഒരു ആപ്ലിക്കേഷൻ വെച്ച് അനുഭവപ്പെടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഇറങ്ങിയതേ ഉള്ളൂ, കുറേ ടൈം എടുക്കും. അതായത് മിനിമം ഒരു 6-7 months ഒക്കെ എടുക്കാതെ ഈ ഒരു സാധനം പെർഫെക്റ്റ് ഒപ്റ്റിമൈസ്ഡ് രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളെടുക്കും. എന്നാൽ ഇത് ഇനീഷ്യലാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എടുപിടി എന്ന് പറഞ്ഞാണ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ലോഞ്ച് ചെയ്യുന്നത്. അത് ഈ വർഷം, അടുത്ത വർഷത്തേക്കുള്ള സാധനമാണ് ഇത്. അപ്പം ആ ഒരു ഒപ്റ്റിമൈസേഷൻ്റെ സമയം അവർ കുറച്ചാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടൊക്കെ ആവാം. പക്ഷേ ഡേ ടു ഡേ പെർഫോമൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. എന്തായാലും നിങ്ങളൊന്നും ബെഞ്ച് മാർക്ക് എടുത്ത് നോക്കാൻ പോകുന്നില്ല, ഞാനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ രീതിയിൽ ഇത് ബട്ടറി സ്മൂത്താണ്. ഇത് കണ്ടു, ഇങ്ങനെ ഒരു ആപ്പൊക്കെ എടുത്ത് ഒരു ആപ്പ് തുറക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, സ്മൂത്ത്. എന്നെ പറയണമെന്നില്ല, നിങ്ങളത് യൂസ് ചെയ്ത് നോക്കണം, എന്നാലേ അതിൻ്റെ ഒരു പവർ മനസ്സിലുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങ് പോരും, വളരെ സ്മൂത്ത്. ഏത് നിങ്ങൾ ഗെയിം എടുത്തെന്ന് പറഞ്ഞാലും പൊളിയായിട്ട് ഇങ്ങനെ കറങ്ങി അങ്ങ് വരും. ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് കയറിപ്പോവും. അത്രയ്ക്കും പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നില്ല. ഡേ ടു ഡേ യൂസേജിൽ ഒരു പ്രശ്നവും എനിക്ക് തോന്നില്ല. സോ പെർഫോമൻസ് അറ്റ് ഇറ്റ് സ്പീക്ക്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഐഫോൺ ലെവലൊക്കെ ആയിട്ട് കമ്പയർ. കാരണം ഈ ഫോൺ അധികം ആപ്ലിക്കേഷന് ഡിലേ എന്ന് പറയുന്ന സംവിധാനം. ഐഫോണിൻ്റെ ഒരു പ്രത്യേകത ഡിലേ ഇല്ലെന്നാണ്. ഇതേപോലെ തന്നെ ഇതിനും ഡിലേ ഇല്ല. UFS 4.0 ആണ്, LPDDR5X ആണ്, എല്ലാം ഹൈ എൻഡ് ആണ്. അതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇവരുടെ മോൺസ്റ്റർ മോഡ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകും. പിന്നെ ഇവരുടെ Q2 ചിപ്പൊക്കെ ഉണ്ട്. എനിവേ, ഇനി നമുക്ക് പോകേണ്ടത് ഗെയിമിങ്ങിലേക്കാണ്. ഓഫ് കോഴ്സ് ഇനി ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ PUBG ഉണ്ട്, ജെൻഷിൻ ഇമ്പാക്റ്റ് ഉണ്ട്. ജെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ പൊളിയായിട്ട് കളിക്കാം. അതേപോലെ PUBG BGMI ആണ് ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്തത്. BGMI നമുക്ക് സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം അൾട്ര എന്ന് പറഞ്ഞ സാധനമുണ്ട്. എക്സ്ട്രീം അൾട്ര പ്ലസ്, അത് എക്സ്ട്രീം പ്ലസ് അൾട്ര. അതായത് 120 FPS നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാൻ പറ്റും. എനിക്കറിയത്തില്ല വേറെ ഫോണുകൾ സപ്പോർട്ടഡ് ആണോ എന്നറിയില്ല. 120 FPS സപ്പോർട്ട് ചെയ്യും. ചുമ്മാ ഒരു രക്ഷയില്ല. 120 FPS. അതുപോലെ അൾട്ര HDയിൽ നമുക്ക് എക്സ്ട്രീം വരെ കളിക്കാം, അൾട്ര വരെ കളിക്കാം. അതിന് മുമ്പൊക്കെ എക്സ്ട്രീം വരെ കളിക്കാം. എനിക്കൊന്ന് അൾട്ര HDയിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഒപ്റ്റിമൈസേഷൻ വേണമെന്ന്, കാരണം കുറച്ച് നാളോടെ എടുത്താൽ മാത്രമേ ചിലപ്പോൾ എക്സ്ട്രീം വരുവുള്ളായിരിക്കും. ഗെയിമിംഗ് ഒന്നും ഒരു രക്ഷയില്ല, പൊളിയായിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാം. ഞാൻ ഏറെക്കുറെ ഒരു 1.5 hours ഒക്കെ കളിച്ച് നോക്കിയായിരുന്നു. ഒരു ഇഷ്യൂസ് ഇല്ല, സ്മൂത്ത് ഗെയിം പ്ലേ ആണ്, ഒരു പ്രശ്നങ്ങളുമില്ല. ഹീറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ആകും എന്ന് പറഞ്ഞാൽ സാധാ ഫോണുകൾ വാം ആകുന്നതിലും കുറച്ചുകൂടി ഹീറ്റാവും. അതായത് 8 എലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതെ, കുറച്ച് ഹീറ്റുള്ള ഒരു ചിപ്പാണ്. അതായത് ഓവർ ഹീറ്റ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു പരിധിയിൽ ഹീറ്റ് ആകുന്ന ഒരു ചിപ്പാണ്. അതായത് വാം അല്ല, കുറച്ചുകൂടെ നിങ്ങൾക്ക് ഹീറ്റ് ഫീൽ ചെയ്യും. മൈനർ ഹീറ്റിംഗ് എന്ന് പറയാം. എക്സ്ട്രീം ഒരു ഓവർ ഹീറ്റിംഗ് അല്ല, ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്. അത് ഗെയിം കളിക്ക് അത്രയ്ക്കില്ല. നിങ്ങൾ കുറേ നേരം ഗെയിമൊന്നും കളിച്ചാലില്ല. പക്ഷേ ആൻടൂത്തു ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും CPU ത്രോട്ടിൽ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് അത്യാവശ്യം ഒരു ഹീറ്റ് ഫീൽ ചെയ്തു. വാമല്ല, ഹീറ്റ് ഫീൽ ചെയ്തു. പക്ഷേ ഗെയിമിങ്ങിൽ പ്രശ്നമില്ല. ഡേ ടു ഡേ പെർഫോമൻസ്, ക്യാമറ യൂസേജ്, ഇവിടെ ഒന്നും നിങ്ങൾക്ക് പെർഫോമൻസിൽ അങ്ങനെ വേറെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോൺ സാധാ ഫോണുകളിലും സ്ലൈറ്റ്ലി വാമാകും. ഒരു മൈനർ ഒരു ഹീറ്റ് ഉണ്ട്, അതാണ്. അതൊരു ഓവർ ഹീറ്റിംഗ് അല്ല. കൈ പൊള്ളി പോകുന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല.
പക്ഷേ അത്യാവശ്യം ഒരു ഹീറ്റ് ഉണ്ടൊരു ഫോണാണ്. 8 Elite കുറച്ച് നാളോടെ എടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ. ഇനിയിപ്പോൾ 8 Eliteൻ്റെ ഒപ്റ്റിമൈസേഷൻ്റെ പ്രശ്നമാണെങ്കിൽ 8 Elite അങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഓൾറെഡി നമ്മളൊരു ടെക് ന്യൂസിനകത്ത് പറയാം 8 Elite കുറച്ച് ചൂടനാന്നുള്ളത്. അപ്പോൾ അത് ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് പടപടാന്ന് തന്നെ തണുക്കും, അതിലൊന്നും പ്രശ്നമില്ല. അതാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ചേട്ടനെ പറ്റി നോക്കാം. ക്യാമറ ചേട്ടൻ 50 മെഗാപിക്സലിൻ്റെ 3 ക്യാമറയാണ്. അതെ, പ്രൈമറി IMX 921, അതേപോലെ അൾട്രാവൈഡ് 50 മെഗാപിക്സൽ, ടെലിഫോട്ടോ 2x 50 മെഗാപിക്സൽ, ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ. എങ്ങനെയുണ്ട് ഫോട്ടോസ്? സോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് നോർമൽ 50 മെഗാപിക്സൽ, അൾട്രാവൈഡ് 2x, ഇങ്ങനെയാണ് നിങ്ങളെ ഞാൻ ഫോട്ടോസ് കാണിക്കാൻ പോകുന്നത്. ഡേ ലൈഫ് ഫോട്ടോസ്, ഐ മീൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. സ്കൈ ഒക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു, ഡൈനാമിക് റേഞ്ച് ഒക്കെ പക്കായാണ്. വ്യൂ ഫൈൻഡർ ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നാച്ചുറലായിട്ട് തോന്നുമെങ്കിലും ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഒരു സ്ലൈറ്റ് കളർ കയറ്റി വിടും, ചെറിയൊരു സാച്ചുറേഷൻ എന്ന് വെച്ചാൽ ഓവർ സാച്ചുറേഷൻ എനിക്ക് തോന്നിയിട്ടില്ല, കുറച്ചുകൂടെ കളർ കയറ്റി വിടും. പക്ഷേ കിഡിലൻ ഷാർപ്നെസ്, കിഡിലൻ ക്വാളിറ്റി, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസാണ് കിട്ടുന്നത്. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പോർട്രേറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടും. മീൻസ് ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോസ്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ മെയിൻ സെൻസറിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് അൾട്രാ മാക്രോ എന്ന് പറഞ്ഞ മോഡ് ഇവർക്ക് തന്നെ ഉണ്ട്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിന് അടുത്തേക്ക് പോകുമ്പോൾ അൾട്രാ മാക്രോ തന്നെ ഓണായി വരും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ മാക്രോ ഫോട്ടോസ് എടുക്കാം. അല്ലാതെ തന്നെ നോർമൽ ക്യാമറ വെച്ച് അത്യാവശ്യം നല്ല ബ്ലറിലുള്ള കിടിലൻ ഫോട്ടോസ് കിട്ടും. ഇനി ഹ്യൂമൻ സബ്ജക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് വിവോ T3 അൾട്രയുടെ സ്കിൻ കളർ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് തോന്നിയായിരുന്നു. അതേപോലെ തന്നെ അതിനേലും ബെറ്റർ ആയിട്ട് എനിക്ക് സ്കിൻ ടോൺ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് ഫോണാണ് IQ30. നല്ല സ്കിൻ ടോണാണ്. പോർട്രേറ്റ് ഫോട്ടോസ് ഇത് വെച്ചെടുക്കാൻ ചുമ്മാ തീയാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ DP നോക്കി കഴിഞ്ഞാൽ അത് S23 അൾട്രയിൽ നിന്ന് എടുത്താൽ സെയിം വൈബിലുള്ള ഫോട്ടോസ് എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടി. അതായത് S23 അൾട്രയിൽ നിന്ന് എടുത്ത ആ ഒരു സെയിം വൈബിലുള്ള ഫോട്ടോ ഇതിൽ നിന്ന് കിട്ടി. പക്ക എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ പക്ക, കിടിലം ബ്ലർ, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോ. പോർട്രേറ്റ് കിങ് എന്ന് വേണേൽ ഞാൻ പറയും. അത്രയ്ക്കും ഈ ഒരു പ്രൈസിൽ ബെസ്റ്റാണ്. പോർട്രേറ്റ് ഫോട്ടോസ് അടിപൊളിയാണ്, സ്കിൻ ടോണും കിടിലാണ്. പക്ഷേ 50 mm ഒരു ഫോക്കൽ ലെങ്തിൽ സ്കിൻ ടോൺ ഒരു വൈറ്റിഷ് ആവുന്നുണ്ട്, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ ബാക്കി ഫോക്കൽ ലെങ്ത് 100, അതേപോലെ 24, 33 ഇതിലൊന്നും പ്രശ്നമില്ല. 50 mm എന്തോ ഒരു വൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ മീൻസ് ഫോട്ടോ അടിപൊളിയാണ്, പക്ഷേ ആ ഒരു കളർ ചേഞ്ച് 50 mm ബാക്കി ഈ പറഞ്ഞ ഡൈനാമിക് റേഞ്ചും ലൈറ്റ് ബാലൻസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും എനിക്ക് ഫേസ് ചെയ്തില്ല. ഇനി നൈറ്റ് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ നൈറ്റ് ഫോട്ടോസ് നൈസാണ്. അത്യാവശ്യം ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നോയ്സ് കുറഞ്ഞ നല്ല ക്ലാരിറ്റി ഫോട്ടോസ് കിട്ടും. ആ സോണിയുടെ സെൻസറിനും പിന്നെ ഇവരുടെ ഒപ്റ്റിമൈസേഷനും ഗുണമാണ്. കാരണം വിവോയുടെ ഒരു സഹായമുണ്ട്, അതിൻ്റേതായ എല്ലാം ഉണ്ട്. സോ ക്യാമറയുടെ കാര്യത്തിലും ഇതൊരു കിടിലൻ ഫോണാണ്. എന്ന് വെച്ച് ഈ പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഒരു ഗുഡ് അല്ലെ, ഒരു വെരി ഗുഡ് ക്യാമറ എന്ന് പറയാം. എക്സലൻ്റ് അല്ല, വെരി ഗുഡ് ക്യാമറ ലെവലാണ് ഈ ഒരു ഫോണുള്ളത്. എക്സലൻ്റ് അല്ല. ഇനി സെൽഫിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെൽഫി ഫോട്ടോസും കിട്ടും. സ്കിൻ ടോൺസും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സെൽഫി ഫോട്ടോസ്, ഈവൻ സ്കൈ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് കിട്ടും. സെൽഫി ഫോട്ടോസിൽ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല, നല്ല ഫോട്ടോസ് കിട്ടും. ഇനി വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് 8K 30 FPS ഉണ്ട്, അതേപോലെ 4K 60 FPS ഉണ്ട്. സോ ഇതാണ് IQ30 എന്നുള്ള 4K 60 FPS വീഡിയോ. അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്. സോ ഇതാണ് നമ്മുടെ IQ30 എന്നുള്ള 8K 30 FPS വീഡിയോ. സോ അത്യാവശ്യം സ്റ്റേബിളാണ്, OS ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓടിയാലും അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ടെങ്കിലും വീഡിയോ കുഴപ്പമില്ല, ലൈറ്റ് ബാലൻസിങ് ഒക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് സെൽഫി വീഡിയോസിലേക്ക് നോക്കുകയാണെങ്കിൽ 4K 60 FPS കിട്ടും. സോ ഇതാണ് നമ്മുടെ IQ30 എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ്, 4K 30 FPS. കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ ചെറിയൊരു ഷെയ്ക്കുണ്ട്, സ്റ്റെബിലൈസേഷൻ അത്ര പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലതാണ്, പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല, അത് മോശമായിപ്പോയി. 52,000 രൂപ കൊടുക്കുന്ന ഫോണിന് 4Kയിലും സ്റ്റെബിലൈസേഷൻ വേണ്ടാണ്. എനിക്ക് തോന്നുന്നു വിവോ T3 അൾട്രയിൽ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കേണ്ടതായിരുന്നു. 1080p മാത്രമേ സ്റ്റെബിലൈസേഷൻ ഉള്ളൂ. പക്ഷേ 8Kയിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, 4K റെയറിലും സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് ലഭിക്കും. സോ ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ വെരി ഗുഡ് ടു എക്സലൻറ്റ് ആ ഒരു റേഞ്ചിലാണ്. വെരി ഗുഡിനേലും എബോവ് അല്ലെ വെരി ഗുഡ് റേഞ്ച്, അതൊക്കെ പറയാം. ക്യാമറ ഇങ്ങനെയൊക്കെയാണ്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞാൽ ഫണ്ട് ചോയ്സ് 15 ബേസ്ഡ് ഓൺ Android 15 ആണ്. Android 15 ഓക്കെ. ഇതിനകത്ത് നമുക്ക് കുറച്ച് വറക്കാനുണ്ട് IQന്. ബ്ലോട്ട്വെയർസിൽ നിന്ന് തുടങ്ങാം. 5 ബ്ലോട്ട്വെയർസേ ഉള്ളൂ. അത് വിവോയുടെ വി ആപ്പ് സ്റ്റോറും നെറ്റ്ഫ്ലിക്സും മിന്ത്രയും ഫേസ്ബുക്ക് ആമസോൺ. ഇത് ഞാൻ കൂടുതൽ കുറ്റം പറയുന്നില്ല, കാരണം ഫൈൻ, ഇതെല്ലാം യൂസബിൾ ആപ്സ് ആണ്. കുറേ പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് അൺഇൻസ്റ്റാൾ പോലും ചെയ്യേണ്ട. അല്ലാതെ ഒരു ചവറും ഇട്ടിട്ടില്ല. ബിഗ് അപ്ലോസ് അല്ലെങ്കിൽ ഒരു ക്ലാപ്പ്, സന്തോഷമായി. പക്ഷേ 52,000 അല്ലെങ്കിൽ 55,000 രൂപ കൊടുത്ത് മേടിക്കുന്ന ഫോണിൽ നമുക്ക് വേറൊരു സംവിധാനമുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
അതിൻ്റെ പേരാണ് വൃത്തികെട്ട ഗ്ലോബൽ സെർച്ച് എന്ന് പറയും. ചുമ്മാ ഫോൺ മേളിയും താഴ്ത്ത് വലിക്കുമ്പോൾ നിങ്ങൾ തന്നെ കാണുക, ഫുൾ ആഡ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ്. ഇത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾ നോക്കുക, 55,000 രൂപ കൊടുത്ത് മേടിക്കുന്ന ഈ ഫോണിൽ ആഡ്സ് അനുവദനീയമല്ല. അത്രയും രൂപ കൊടുത്താൽ അതിനുള്ള തരണം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, എനിക്കിത് അങ്ങനെ പറഞ്ഞു തീർത്താൽ മതി. പക്ഷേ ഇറ്റ്സ് നോട്ട് ഗുഡ്. ഈ ഒരു ഫോണിൽ അത് പോരാ. ബാക്കി ഒരു ആഡ്സും റെക്കമെൻഡേഷൻസും എനിക്ക് ഫേസ് ചെയ്യില്ല. ഈ ഒരു ഒറ്റ സാധനം, ഈ വൃത്തിയുടെ സാധനം. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് എന്തോ നമ്മുടെയൊക്കെ ശാപം കൊണ്ടായിരിക്കും അവന്മാരെ നിർത്തിക്കളഞ്ഞു. ഇനി വേറെ ഈ പറഞ്ഞ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം മാത്രമല്ല, ഗ്ലാൻസ് ലോക്സ്, അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അതും ഒരു സംഭവം. അല്ലാതെ എനിക്ക് വേറെ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഗ്ലോബൽ സെർച്ച് എല്ലാ BBK ഫോൺസിലും ഉണ്ട്, ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അല്ലാതെ സോഫ്റ്റ്വെയർസിൽ എനിക്ക് അങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. നല്ല സോഫ്റ്റ്വെയർ ആണ്. ഈവൻ ഇതിൻ്റെ ആനിമേഷൻസ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഫോൺ ഓണായി വരുമ്പോൾ ഒരു കിടിലൻ ആനിമേഷൻസ് ഒക്കെ. ഈവൻ ആപ്പ് ഓൺ ആക്കുന്ന ഓഫ് ചെയ്യുന്ന അതൊക്കെ നല്ല ആനിമേഷൻസ് ആണ്, സ്മൂത്ത് ആണ്, വളരെ ഫ്ലുവൻറ്റ് UIs ആണ്, ഒരു പ്രശ്നങ്ങളുമില്ല. വലിയ ബഗ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ആ യൂട്യൂബിൽ എനിക്ക് എന്നാ നടത്തില്ല, ഒരു ചെറിയൊരു ബഗ് കണ്ടത്. അത് ഇപ്പോൾ ഇല്ല, ആദ്യം അത് കുറച്ച് നേരം ടൈം എടുത്തിട്ടാണ് ലോഡ് ചെയ്യുന്നത്. മീൻസ് നെറ്റ് ഉണ്ടെങ്കിലും കുറച്ച് നേരം എന്തോ വെളുത്ത സ്ക്രീനിൽ ഇരുന്നിട്ടാണ് ലോഡ് ചെയ്യുന്നത്. എന്നാന്ന് എനിക്കറിയില്ല. വേറെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ചെയ്യാം. എല്ലാ പരിപാടികളും ഇതിനകത്ത് അവൈലബിൾ ആണ്, ഒരു വിഷയമില്ല. ഇവരുടേതായ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത് ഇവരുടെ വീഡിയോ അല്ല, ഇതെൻ്റെ വീഡിയോ ആണ്. ഇനി മീൻസ് എൻ്റെ ഒപ്പീനിയനിലാണ്. ഇനി നമുക്ക് കണക്ടിവിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5G++ കിട്ടുന്നുണ്ട്. ജിയോയിലും എയർടെല്ലും നിങ്ങൾക്ക് 5G++, അതായത് കാരിയർ അഗ്രിഗേഷൻ ഉണ്ട്. സോ 5G VoNR, വോയിസ് ഓവർ NR നമുക്ക് സപ്പോർട്ട് ചെയ്യും. ന്യൂ റേഡിയോ സപ്പോർട്ട് ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. ക്വാളിറ്റി നൈസാണ്, ഒരു രക്ഷയില്ല. NFC-യുടെ സപ്പോർട്ടുണ്ട്. Wi-Fi 7 ആണ്. ഇതെല്ലാം ഞാൻ എടുത്ത് പറയാൻ കാര്യം ഫ്ലാഗ്ഷിപ്പിന് നമ്മൾ ഇതെല്ലാം എടുത്ത് പറയണം, അതുകൊണ്ട് പറയാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. പിന്നെ ഈ ഒരു ഫോണിന് നമുക്ക് IP69, IP68 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. സോ വെള്ളത്തിൽ മുക്കിയിടാം എന്ന് പറഞ്ഞ് മുക്കരുത്. മീൻസ് ആക്സിഡൻറ്റിൽ വീണാൽ കുഴപ്പമില്ല. സോ IP69 ഒക്കെ ഉള്ള ഫോണാണ്. സോ അത്യാവശ്യം എല്ലാം തന്നിട്ടുണ്ട്. ഇവർ തരാത്ത വളരെ കുറച്ച് സാധനങ്ങളുള്ള ഞാൻ വഴിയെ പറയാം. എന്തായാലും ഇത്രയും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നു. പിന്നെ സെൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. കൂടാതെ Type-C നമുക്ക് പോർട്ട് ആണെങ്കിലും അത് 3.2 ആണ്. 3.2 Type-C 3.2 വേർഷനിലുള്ള Type-C ആണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് കിട്ടും. മീൻസ് Type-C 3rd generation അങ്ങനെ എന്നോട് പറയുന്നത്. എനിവേ, ഇനി ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ 6000 mAh ബാറ്ററി ഉണ്ട്. 6150 mAh ആണ് ചൈനയിൽ കൊടുത്തത്. ഇമ്പോർട്ട് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ 150 mAh കുറഞ്ഞാന്ന് തോന്നി, എനിക്കറിയത്തില്ല. എനിവേ 6000 mAh തന്നിട്ടുണ്ട്. 120 വാട്ട്സിന് ഫാസ്റ്റ് ചാർജിന് തന്നിട്ടുണ്ട്. 3 to 100% ഏറെക്കുറെ 35 മിനിറ്റ്സ് ഉണ്ടായി. അത് വളരെ നല്ല സ്പീഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല സ്പീഡാണ്. എന്തായാലും 33 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഒരു 90 ആയി. അതേപോലെ തന്നെ ഒരു 35-36 ഒക്കെ ആയപ്പോൾ 100 ആയി. പട്ടപ്പെടാന്ന് കയറി. അപ്പോൾ കുഴപ്പമില്ല. ഇനി ബാറ്ററി ബാക്കപ്പ് നോക്കിയാൽ 6000 mAh എല്ലാ മഹിമയും പുലർത്തുന്നുണ്ട്. 8 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടും. ഈ നോർമൽ യൂസറൊക്കെ ആണ്. നിങ്ങൾ ഹെവി ഗെയിമേഴ്സ് ഒക്കെ ആണ് ഒരു 6 to 7 hours ഒക്കെ എന്തായാലും സ്മൂത്തായിട്ട് കിട്ടും. എന്തായാലും 1 day കിടിലിനായിട്ട് ഈ ഒരു ഫോൺ കടത്തി വിടും. അതാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. ഫൈനലി നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രൈസിലേക്ക് വന്നാൽ 12,256GB പ്രൈസാണ് 55,000. ബാക്ക് ഓഫർ ഉണ്ടെങ്കിൽ 52,000 കിട്ടും. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഈ ഫോൺ എടുക്കണോ വേണ്ടോ? നമുക്ക് ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ. അതായത് ഫ്ലാഗ്ഷിപ്പിനെ വെല്ലാൻ പോകുന്ന എല്ലാം ഉണ്ട്. ഇനി ഇല്ലാത്ത ഒരു സാധനം വയർലെസ് ചാർജിങ് ഞാൻ കണ്ടില്ല. അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ നോക്കിയെടുത്ത് വയർലെസ് ചാർജിങ് ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വേറെ അങ്ങനെ ഇതിനകത്ത് തരണ്ടാത്ത കുറേ സംവിധാനങ്ങളോ അല്ലെങ്കിൽ തരേണ്ടതിരുന്ന കുറേ സാധനങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം എല്ലാ സാധനവും നിന്നു. സാധാരണ എല്ലാവരും ഒമിറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെയാണ് ഇത് Type-C നമ്മുടെ 3.2 ഇത് 3rd generation Type-C തരാതിരിക്കുന്നത്. പക്ഷേ അതൊക്കെ അവർ സ്മൂത്തായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ 3.5 ഇഞ്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആകെ അലുമിനിയം ഫ്രെയിമും ഡിസൈനും എവിടെ ഒന്നും ഇവർ ഒരു പ്രശ്നവും വരുത്തിയിട്ട്. ഈവൻ ക്യാമറ ആണെങ്കിൽ പോലും കിടിലൻ യൂസബിൾ ക്യാമറാസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ തന്നില്ല. ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ മീ. കുറേ പേർക്ക് ഇഷ്യൂ ആവാം എന്തായാലും. അപ്പോൾ വേറെ അങ്ങനെ എടുത്തു പറയേണ്ടതൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഫ്ലാഗ്ഷിപ്പാണ് നിങ്ങൾ നോക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിതിൻ എ ബഡ്ജറ്റ്, ഒരു 52,000 ബഡ്ജറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, IQ നിങ്ങൾ 52,000 രൂപയ്ക്ക് എടുക്കണോ വേണ്ടെന്നൊരു ചോദ്യമൊക്കെയാണ്. അതിനുള്ള ഉത്തരവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രാന്തുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെല്ലാം റേറ്റ് കുറഞ്ഞ ഫോൺസിലേക്ക് നോക്കാം. ഇതിനകത്തുള്ള എല്ലാം പക്കായാണ്. ഗെയിമിങ്ങിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചെറിയൊരു വാംത്ത് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഫീൽ ചെയ്യുന്നൊരു ഫോണാണ്. ഹെവി ഹീറ്റിംഗ് അല്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ചിലർക്ക് കൈ വെച്ചാൽ പൊള്ളുന്ന ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിൽ നന്നായിട്ട് പൊള്ളും കേട്ടോ, അത് വേറെ കാര്യം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഗെയിമേഴ്സിന് നിങ്ങൾക്ക് എടുക്കാം. ക്യാമറ അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരു വെരി ഗുഡ് റേഞ്ച് ക്യാമറ ഉണ്ട്. നോർമലി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കത്തില്ല, പക്ഷേ എടുത്താൽ നല്ല ഫോട്ടോ ആയിരിക്കണം. കണ്ടാൽ നല്ല ഫോട്ടോ ആയിട്ട് തോന്നണം എന്നുള്ളവർക്ക് ക്യാമറയും ഇത് പരിഗണിക്കാം, ഡിസ്പ്ലേ പരിഗണിക്കാം. ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. എല്ലാ രീതിയിലുള്ള സെറ്റപ്പും ഉണ്ട്. ഈവൻ സ്പീക്കേഴ്സ്,
ബാക്കി എല്ലാം ക്വാളിറ്റി അടിപൊളിയാണ്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് പവർ പ്രീമിയം ബിൽഡ് ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഫോണാണ്. ഈവൻ OnePlus ഒക്കെ ആണെങ്കിലും മാർക്കറ്റ് കുറയുകയാണ്. ഇതിനെന്തായാലും ഗ്രീൻ ലൈൻ വരത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം IQ ഫോൺസിന് വിവോ ഫോൺസിന് റെയറാണ്, വന്നിട്ടുണ്ട്, റെയറാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് OnePlus ഒക്കെ ഇനി എടുക്കുന്നതിലും ഭേദം ഇതൊക്കെ എടുക്കുന്നതാണ്. അതാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റും കുറയണം, നല്ല സാധനവും കിട്ടും. ഇവരൊക്കെ ചുമ്മാ ആ ഓക്സിജനോസ് പോയതോടെ ചത്തു OnePlus. അപ്പോൾ OnePlusൻ്റെ ഒരു കില്ലറാണ് IQ. ഇപ്പം നല്ല ഫോൺസാണ് ഇറക്കുന്നത്. ഇതും അതിനകത്ത് കൂട്ടാൻ പറ്റിയ ഒരു നല്ല ഫോണാണ്. പ്രാവശ്യം കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് മീൻസ് കുറച്ച് റേറ്റ് കുറച്ചെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അപ്പോൾ ഇത്രയൊക്കെയാണ് IQ 13ൻ്റെ ആത്മാവ്. സോ എല്ലാം ഞാൻ ഊറ്റിയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ എല്ലാവർക്കും